ട്രംപിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾ വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. അത് പലപ്പോഴും ചർച്ചാ വിഷയമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ ഇന്ന് ട്രംപ് ചില പുതിയ കാര്യങ്ങളുമായി വരികയാണ്. അമേരിക്കയ്ക്ക് പുറത്ത് നിർമ്മിക്കുന്ന സിനിമകളിൽ 100% താരിഫ് ഏർപ്പെടുത്തും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് അമേരിക്കയിലെ കാലിഫോർണിയയിലാണ് സിനിമകൾ നിർമ്മിക്കേണ്ടത്. അവിടെ നിന്നും സിനിമകൾ മറ്റ് രാജ്യങ്ങൾ തട്ടിയെടുക്കുന്നു. കുട്ടികളിൽ നിന്ന് മുട്ടായി തട്ടിയെടുക്കുന്നത് പോലെയാണ് മറ്റ് രാജ്യങ്ങൾ ഇവിടുത്തെ സിനിമാ വ്യവസായം തട്ടിയെടുക്കുന്നത് എന്ന് ട്രംപ് പറയുന്നു. കാലിഫോർണിയയിലെ ഗവർണർ ഒന്നിനും കൊള്ളാത്ത ഒരാളാണെന്നാണ് ട്രംപിൻ്റെ ആക്ഷേപം. അപ്പോൾ ഈ സിനിമകൾ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ, അല്ലെങ്കിൽ സിനിമകളുടെ നിർമ്മാണം മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള പ്രധാന കാരണം പല രാജ്യങ്ങളും നികുതി ഇളവ് കൊടുക്കുന്നു. പിന്നെ ഈ സാങ്കേതിക ജീവനക്കാരെ ഒക്കെ ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടും. അതുകൊണ്ട് ചെറിയ വേതനം കൊടുത്ത് അവരെ ഉപയോഗപ്പെടുത്താം എന്ന് കരുതി പലരും അമേരിക്കയ്ക്ക് പുറത്താണ് സിനിമകൾ നിർമ്മിക്കുന്നത്. അപ്പോൾ അത് അനുവദിക്കാനാകില്ല എന്നാണ് ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം. അത് കാലിഫോർണിയയെ രക്ഷിക്കാനാണെന്നാണ് ട്രംപ് പറയുന്നത്. മറ്റൊന്ന് നോർത്ത് കരോലിനയെ സംബന്ധിച്ചാണ്. അവിടെ ഈ ഫർണിച്ചർ ഇൻഡസ്ട്രി നല്ല തോതിൽ വികസിക്കേണ്ടതാണ്. പക്ഷേ അതിനുള്ള ഒരു സാഹചര്യം ഇല്ല. പല രാജ്യങ്ങളും അവിടെ നിന്നുള്ള ഈ ഫർണിച്ചറുകൾ വാങ്ങുന്നില്ല. അതുകൊണ്ട് അത് വാങ്ങാത്ത രാജ്യങ്ങൾക്കെതിരെ താൻ ഒരു പുതിയ താരിഫ് പ്രഖ്യാപനവുമായി വരും എന്ന് ട്രംപ് പറയുന്നു. അത് എന്താണെന്നുള്ള വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ കാണാം എന്നാണ് ട്രംപ് പറയുന്നത്. അപ്പോൾ പലതരത്തിലുള്ള നികുതികൾ കൊണ്ട് ട്രംപ് മൊത്തത്തിൽ രാജ്യങ്ങളെയും അമേരിക്കയ്ക്ക് അകത്തുള്ളവരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളിൽ നിന്നിപ്പോൾ വ്യക്തമാകുന്നത്. അപ്പോൾ ഇതിൽ ഒരു കാര്യം, ഈ ഭീഷണി പല പല ഘട്ടങ്ങളിൽ പല പല തരത്തിലാണ് പുറത്തു വരുന്നത്. ട്രംപ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ആർക്കും മനസ്സിലാകുന്നില്ല. മറ്റൊരു പ്രതികരണം വന്നിട്ടുള്ളത് ന്യൂയോർക്ക് സിറ്റി മേയർ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചാണ്. അവിടെ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥി സൊഹ്റാൻ മംദാനി മത്സരിക്കുന്നുണ്ട്. അയാളെ എന്ത് വില കൊടുത്തും പരാജയപ്പെടുത്തണം എന്ന നിലപാടാണ് ട്രംപിനുള്ളത്. സമൂഹ മാധ്യമങ്ങളിൽ അദ്ദേഹം കുറിക്കുന്നത് ഈ സൊഹ്റാൻ മംദാനി ഒരു കമ്മ്യൂണിസ്റ്റാണ്, ഇത്തരം കമ്മ്യൂണിസ്റ്റുകാരെ ജയിപ്പിക്കാൻ പാടില്ല, ഇതൊരു പരാജയപ്പെട്ട ആശയമാണ്, അതുകൊണ്ട് അയാളെ പരാജയപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തണം എന്ന് ട്രംപ് ആഹ്വാനം ചെയ്യും. അപ്പോൾ ട്രംപിൻ്റെ ഈ ആഹ്വാനം എന്ന് പറയുന്നത്, ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് ന്യൂയോർക്ക് സിറ്റിയുടെ മേയറായി ഈ സൊഹ്റാൻ മംദാനി വന്നാൽ അദ്ദേഹത്തിന് നൽകേണ്ട പണം, നൽകേണ്ട ഉത്തരവാദിത്വം തൻ്റെ ഭരണകൂടത്തിനാണ്. അതൊരിക്കലും ഉണ്ടാകില്ല. പാലിക്കപ്പെടാൻ കഴിയാത്ത വാഗ്ദാനങ്ങളുമായാണ് സൊഹ്റാൻ മംദാനി വരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ആ പൈസ കിട്ടില്ല, ഒരിക്കലും അദ്ദേഹം ജയിച്ചാലും ആ പറയുന്ന കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് ട്രംപ് പറയുന്നു. സൊഹ്റാൻ്റെ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാകാത്ത വാഗ്ദാനങ്ങളാണ് എന്ന് ട്രംപ് കുറിക്കുകയാണ്. അപ്പോൾ ഈ അവിടുത്തെ മേയർ തെരഞ്ഞെടുപ്പ് ഒരു വലിയ ചർച്ചാ വിഷയമാവുകയാണ്. അവിടെ റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയായി കുർട്ടിസ് സിൽവയുണ്ട്. പക്ഷേ ട്രംപ് ഇദ്ദേഹത്തോട് തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഡെമോക്രാറ്റുകളുടെ സ്ഥാനാർത്ഥിയാണ് സൊഹ്റാൻ മംദാനി. അപ്പോൾ മുൻ ഗവർണർ ആൻഡ്രൂസ് ക്യുമോ അവിടെ തെരഞ്ഞെടുപ്പിൽ ഉണ്ട്. അപ്പോൾ ഈ ആഡംസ് 2021 ഡെമോക്രാറ്റ് പാർട്ടിയുടെ നോമിനേഷൻ സ്വീകരിക്കുകയും അവിടുത്തെ ന്യൂയോർക്ക് മേയറാവുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഇപ്പോൾ ഈ പുതിയ തെരഞ്ഞെടുപ്പ് വരുന്നത്. അവിടെ ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ഥാനാർത്ഥിയായി ആൻഡ്രൂ ക്യുമോ മത്സരിക്കുകയാണ്. അപ്പോൾ നേരത്തെ അദ്ദേഹം റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ആയ കുർട്ടിസ് സിൽവയും അവിടെയുണ്ട്. അപ്പോൾ കുർട്ടിസ് സിൽവയോട് പിൻവാങ്ങാനാണ് ട്രംപ് ആവശ്യപ്പെടുന്നത്. ഏത് തരത്തിലും ഈ സൊഹ്റാൻ മംദാനിയെ പരാജയപ്പെടുത്തണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഏറ്റവും എതിരാളിയായി നിൽക്കുന്നത് ഈ മുൻ ഗവർണറായ ആൻഡ്രൂ ക്യുമോവാണ്. അപ്പോൾ ആൻഡ്രൂ ക്യുമോവെയാണ് ട്രംപ് പ്രോത്സാഹിപ്പിക്കുന്നത്. അദ്ദേഹം അവിടെ ഡെമോക്രാറ്റ് സ്ഥാനാർത്ഥിയായി വരാനൊരു ശ്രമം നടത്തി. പക്ഷേ പ്രൈമറികളിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ട്രംപ് ഇപ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു. തൻ്റെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയോട് പിൻവലിക്കണം എന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ അവിടുത്തെ നിലവിൽ ഉള്ള മേയറിനോട് പിൻവലിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. അത് സ്വാഭാവികമായി പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ ന്യൂയോർക്ക് സിറ്റി മേയർ എറിക് ആഡംസിന് ആ സ്ഥാനത്ത് മത്സരിക്കാൻ ഒരു ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ട്രംപ് പിന്മാറാൻ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം പിന്മാറുന്ന ഒരു സാഹചര്യം ആണ് ഉള്ളത്. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ട്രംപ് തൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രഖ്യാപനം സമൂഹ മാധ്യമങ്ങളിൽ വയ്ക്കുന്നത്. ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണ് ന്യൂയോർക്ക് സിറ്റി വരുന്നത്. അപ്പോൾ ന്യൂയോർക്ക് സിറ്റിയിലെ കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിനെതിരെ ഈ ട്രംപിൻ്റെ നടപടികൾ ശക്തമാക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. പലതരത്തിലുള്ള തടസ്സങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന സ്ഥാനാർത്ഥിക്ക് നേരിടേണ്ടി വരും എന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകുന്നു. ട്രൂത്ത് സോഷ്യലിലെ ഒരു പോസ്റ്റിൽ ട്രംപ് പറയുന്നത് ഈ മംദാനിയുടെ രാഷ്ട്രീയ തത്വചിന്ത ശരിയല്ല, അദ്ദേഹം അതിനെ ചോദ്യം ചെയ്യുന്നു. വാഗ്ദാനങ്ങൾ ഒന്നും പ്രായോഗികമല്ല എന്ന് പറയുന്നു.
മാത്രമല്ല മഹത്തായ ഒരു റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് സംഭവിക്കാവുന്ന ഏറ്റവും മികച്ച കാര്യങ്ങളിൽ ഒന്നായിരിക്കും മേയർ സ്ഥാനത്തേക്ക് അദ്ദേഹത്തെ പരാജയപ്പെടുത്തുക എന്ന് പറയുന്നു. അപ്പോൾ കമ്മ്യൂണിസ്റ്റായ സുഹ്റാൻ മംദാനിയെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫെഡറൽ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ ഒരിക്കലും മംദാനി കിട്ടില്ല. അത് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ ഈ മഹത്തായ നഗരത്തിൻ്റെ ചരിത്രത്തിൽ ഈ മേയർക്ക് ഒരു തരത്തിലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ഇത് എല്ലാം വോട്ടർമാർ ഓർക്കണം എന്ന് പറയുന്നു. അത് ഈ വ്യാജ കമ്മ്യൂണിസ്റ്റ് വാഗ്ദാനങ്ങളാണ് ഇദ്ദേഹം നൽകുന്നത്. അത് നിറവേറ്റാൻ അദ്ദേഹത്തിന് കഴിയില്ല. പ്രസിഡന്റ് എന്ന നിലയിൽ അതിനുള്ള ഒരു പണവും താൻ നൽകില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വോട്ട് ചെയ്യരുത് എന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത്. കമ്മ്യൂണിസ്റ്റിൻ്റെ ചരിത്രമൊക്കെ ട്രംപ് പറയുന്നു. ട്രംപ് അത് ജനങ്ങൾ ഓർക്കണം എന്നൊരു മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുന്നു. അപ്പോൾ ഏതായാലും ഈ പ്രത്യയശാസ്ത്രത്തെയാണ് ട്രംപ് ആക്രമിക്കുന്നത്. അതോടൊപ്പം തന്നെ തൻ്റെ ഒരു വ്യക്തി അല്ലെങ്കിൽ താൻ ആഗ്രഹിക്കുന്ന ആൾ അവിടെ തെരഞ്ഞെടുപ്പിൽ ജയിക്കണം എന്ന ഒരു നിലപാട് ട്രംപ് ആവർത്തിക്കുകയാണ്. അപ്പോൾ ട്രംപ് അവിടെ നിലവിലെ സിറ്റിംഗ് മേയറോട് തൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. റിപ്പബ്ലിക്കൻ സ്വന്തം പാർട്ടിയിലെ ആളോടും പിന്മാറണം എന്ന ഒരു നിലപാടാണ് ട്രംപ് എടുക്കുന്നത്. പക്ഷേ അദ്ദേഹം അതിന് തയ്യാറായിട്ടില്ല. നിലവിൽ ഡെമോക്രാറ്റുകളുടെ പ്രൈമറിയിൽ മത്സരിക്കുകയും പരാജയപ്പെടുകയും ചെയ്ത ആൻഡ്രൂ ക്യുമോയോട് ഒരു അനുകൂല സമീപനം ട്രംപ് നടത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ എങ്ങനെയും ജയിപ്പിക്കണം എന്നൊരു നിലപാടാണ് ട്രംപ് ആവർത്തിക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ നോമിനിയായ സുഹ്റാൻ മംദാനി കമ്മ്യൂണിസ്റ്റ് എന്ന് വിളിച്ച് ആക്ഷേപിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ വിളിച്ച് പരിഹസിക്കുകയും അതോടൊപ്പം അദ്ദേഹത്തെ ഏതു വിധത്തിലും പരാജയപ്പെടുത്തണമെന്ന് വോട്ടർമാരോട് ആവശ്യപ്പെടുകയും ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള പലതരം പോസ്റ്റുകളാണ് ഈ ട്രംപിൻ്റെ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അപ്പോൾ ട്രംപ് എന്ത് തരത്തിൽ ചിന്തിക്കുന്നു, എങ്ങനെയൊക്കെ പ്രവർത്തിക്കുന്നു എന്നത് വലിയ തോതിൽ അമേരിക്കക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാക്കുന്നു. മറ്റ് ലോകരാജ്യങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്ന തരത്തിൽ പോലെ തന്നെ അമേരിക്കയിലുള്ള ആളുകൾക്കും ആശയക്കുഴപ്പം ഉണ്ടാക്കുകയാണ്.